കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിവരങ്ങൾ. ആ കേസിൽ ഇപ്പോൾ ഇതാ കർണാടക വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സംഭവം അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളും ലൈംഗിക പീഡനത്തിന് ഇരയായി അവിടെ മരണപ്പെട്ടിരുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം ഈ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിനിടയിൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇക്കാര്യം തൊട്ടതേയില്ല. അവിടെയുള്ള ചില യൂട്യൂബ് ചാനലുകൾ ഒഴിച്ചാൽ, കന്നഡയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ ഒഴിച്ചാൽ ആരും തൊടാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ ധർമ്മസ്ഥലയിൽ നടക്കുന്ന ഇത്തരം അധർമ്മ പ്രവർത്തികൾ. പക്ഷേ ബൈജു അവിടെ പോയി നേരിട്ട് ആളുകളെ കണ്ടു, സംസാരിച്ചു. അത് ന്യൂസ് 18 പ്രേക്ഷകർ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇതാ പതുക്കെ ഓരോരോ നടപടികൾ വരുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമാണ്, ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഒപ്പം അത്രയേറെ ധൈര്യം ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ ഇടപെടൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എല്ലാ ഇടപെടലുകളെയും മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാധീനമുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നതാണ്. ഇതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. ഒപ്പം ഇത് തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായുമുണ്ട്. എന്തായാലും നാഗലക്ഷ്മി ചൌധരി വനിതാ കമ്മീഷൻ ഇതിൽ ശക്തമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഈ കേസുകളെല്ലാം അന്വേഷിക്കണം. പ്രത്യേകിച്ചും ഇവർ പറഞ്ഞത് സ്ത്രീകളും അതുപോലെ തന്നെ യുവതികളും ആണ് ഇതിൽ കൂടുതലായും ക്രൂരമായി ബലാത്സംഗം ചെയ്തും മറ്റും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഇതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത് ഒരു വലിയ പ്രതീക്ഷയുള്ള കാര്യം തന്നെയാണ്. കാരണം ശബ്ദിക്കാൻ പോലും കഴിയാത്തവരുടെ ശബ്ദമായി ന്യൂസ് 18 മാറിയപ്പോൾ ആ വാർത്തയിൽ ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവുമ്പോൾ അത് ഏറെ സന്തോഷകരമാണ്. അപ്പോഴും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധന അത് നീണ്ടുപോകുന്നതിൽ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തുണ്ട്, ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട്. ഒപ്പം ഈ കൊല്ലപ്പെട്ടതും കാണാതായമായ ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ധർമ്മസ്ഥലയിലുണ്ട്. അത് മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലും പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ അവിടെ എത്തി ഉണ്ടാകാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ വൈകുന്നത് വലിയ പ്രതിഷേധാർഹം തന്നെയാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കാരണം ഇതിൽ ഒരു മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ 100ഓളം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. നിയമപ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പോലീസ് നടപടികൾ തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മംഗളൂരു ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ K അരുൺ, അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇത്തരം നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് അത് തെളിയിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇന്നലെ അദ്ദേഹം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും, ഇദ്ദേഹത്തെ മംഗളൂരുവിലേക്ക് കൊണ്ടുവരും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് അത്തരം നടപടികൾ ഉണ്ടാകും. അതിനുശേഷം RTOന്റെ സാന്നിധ്യം വേണം. അതോടൊപ്പം ഉപകരണങ്ങൾ മംഗളൂരിൽ നിന്നും എത്തിക്കുമെന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരം ഉപകരണങ്ങൾ ഇന്ന് ഒരുപക്ഷെ ധർമ്മസ്ഥലയിലേക്ക് എത്തിക്കും. എന്തായാലും പോലീസ് ഇതുമായി മുന്നോട്ട് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും സുരക്ഷയും അതോടൊപ്പം കേസ് കൃത്യമായി അന്വേഷിക്കുമെന്ന ഒരു ഉറപ്പിന്മേലാണ് കോടതിയിൽ ഹാജരായതും. മൊഴി മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പേരുകൾ പോലും അദ്ദേഹം രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റ് നൽകിയിട്ടുണ്ട്. അത് പോലീസിന് കൂടി കൈമാറാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തെ വിശദമായി മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള. നിലവിൽ ഇദ്ദേഹം ഒരു സാക്ഷിയാണ്. ഈ കേസിൽ FIR ഇട്ടൊരു കേസാണ്. ആ കേസിലാണ് വലിയ തോതിലുള്ള ഒരു പുരോഗതി കാണാത്തതും അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധമുയരുന്നതും. ഈ ആക്ഷൻ കമ്മിറ്റി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, പോലീസ് ഇത്തരം നടപടികൾ വൈകുകയാണെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തെത്തുകയും അവർക്ക് കൃത്യമായ സ്ഥലങ്ങൾ അറിയാം. ആ സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്താൻ അവർ സ്വയം തയ്യാറാകുമെന്നാണ്. അത്തരം നടപടികളിലേക്ക് ആക്ഷൻ കമ്മിറ്റിയെ തള്ളിവിടരുതെന്ന ഒരു അപേക്ഷയാണ് അവർ പറയുന്നത്. എന്തായാലും പോലീസ് നടപടി വൈകാതെ തന്നെ ഉണ്ടാകും. അത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. എന്തായാലും ഈ വിഷയത്തിൽ ചില ദേശീയ ചാനലുകൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ ചാനലുകൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം മുതൽ
വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പതിറ്റാണ്ടുകളായി നടക്കുന്ന ക്രൂരമായ കൊലപാതക പരമ്പര, അതിനെല്ലാം ഒരുപാട് സഹോദരിമാരുടെ, അതുപോലെ തന്നെ അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ കൊലപാതകങ്ങൾ അതിന്റെ എല്ലാം ചുരുളഴിയുന്നുണ്ട്. ഇപ്പോഴും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ ഇതേ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അത്തരം ആളുകളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സമാധാനപരമായി ഇനിയെങ്കിലും ജീവിക്കണം. ഇതാണ് ധർമ്മസ്ഥലയിൽ താമസിക്കുന്ന ധർമ്മസ്ഥല നിവാസികളായ സാധാരണക്കാരായ, ശബ്ദിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് ശബ്ദിക്കാൻ ആരുമില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായ അവർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബ് ചാനലുകൾക്കെതിരുള്ള നടപടി, അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരുടെ യൂട്യൂബ് ചാനലുകൾ പൂട്ടിക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അത്തരം നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് ഈ സംഭവമെല്ലാം ചെയ്ത, ഈ ക്രൂരമായ കൃത്യമെല്ലാം ചെയ്ത ആളുകൾ ഇപ്പോഴും സ്വാധീനമായി തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇപ്പോഴും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അതേ രീതിയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ധർമ്മസ്ഥലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരിട്ട് അവിടെ വീടുകളിലേക്ക് പോയ ഒരാളാണ് ഞാൻ. പല കുടുംബങ്ങളിലേക്കും പോയി മക്കൾ നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ സഹോദരി നഷ്ടപ്പെട്ട അവരുടെ വീടുകളിലേക്കൊക്കെ പോകാൻ ഇടയായിരുന്നു. അവരുടെയൊക്കെ പ്രധാനമായ ഒരു ആവശ്യം, അതായത് ആക്ഷൻ കമ്മിറ്റിയുടെയും ശുചീകരണ തൊഴിലാളിയും പറയുന്നത്, അതായത് ഈ ഹിന്ദു ആചാരപ്രകാരം ഇത്തരത്തിലുള്ള അന്ത്യകർമ്മം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഗതി കിട്ടാതെ അലയുന്ന ഒരുപാട് ആത്മാക്കൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി, മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അത്തരം ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കണം. അതുകൂടാതെ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്ത, ക്രൂരമായ കൊലപാതകം നടത്തി അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത സംഭവങ്ങൾ, അതിലുൾപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ സംഭവം നടത്തിയ ക്രിമിനലുകൾ, ഇപ്പോഴും അവിടെ വിലസുന്ന ഇത്തരം ഗുണ്ടകൾ, ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇനിയൊരു മക്കൾക്കും, ഇനിയൊരു അമ്മമാർക്കും, ഒരു സഹോദരികൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത്. ഇതാണ് ഇവരുടെ ഏകമായുള്ള ഒരു സ്വരം. ഏതായാലും ജസ്റ്റിസ് ഫോർ സൗജന്യ അത് സജീവമായി തന്നെ ഇപ്പോഴുണ്ട്. അതിന് ഒരുപാട് ആളുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും പിന്തുണയുമായി എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ലഭിക്കുന്ന പ്രതികരണവും എനിക്ക് വരുന്ന കോളുകളും ഓരോരോ ആളുടെയും അനുഭവങ്ങളാണ്. അവിടെ എത്തുമ്പോൾ വലിയ ദുരൂഹത ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും പിന്നീട് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടായെന്നും പല അനുഭവങ്ങളും പല ആളുകളും നമ്മോടും പങ്കുവെക്കുന്നുണ്ട്. അതിനും അപ്പുറം ഈ ജനങ്ങൾക്ക്, ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക്, ഈ ഇരകൾക്ക് അവർക്ക് പിന്തുണ വേണം, അവർക്ക് നീതി വേണം. ഏതായാലും വലിയ അകലെയല്ല ഈ നീതി എന്നാണ് ഇത്രയും ദിവസത്തെ റിപ്പോർട്ടിങ്ങിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ശബ്ദങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഇത്തരത്തിലുള്ള വനിതാ കമ്മീഷന്റെ ഇടപെടൽ. അത് ശക്തമായ ഇടപെടലായി തന്നെ മുന്നോട്ടുണ്ടാകും. മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. കാരണം ഇത് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായി നടന്ന കൊലപാതക പരമ്പരകളാണ്. അതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. കുറ്റവാളികളെ പിടികൂടണം. ഇത് കൃത്യമായി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരം കൂടുതൽ ആളുകൾ ഇനിയും ഇവർക്ക് പിന്തുണയുമായി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ ഏത് സമയത്തും അപകടമുണ്ടാകാം. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കർണാടകയിൽ അത് ശിരൂരിൽ കണ്ടതാണ്. 72 ദിവസം നീണ്ടുനിന്നു അവരുടെ ആ തിരച്ചിലും മറ്റു കാര്യങ്ങളും. അത്രത്തോളം സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കൂ. അത് ശിരൂരിൽ കണ്ടതാണ്. അതിലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഭയാനകമായ ഓരോ റിപ്പോർട്ടുകളാണ് ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിൽ വളരെ ഗൗരവമായ അന്വേഷണം ഒരുപക്ഷെ ഇപ്പോൾ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവർ ആരോപണങ്ങൾ ഉയരുന്നതെല്ലാം അവിടെ വലിയ സ്വാധീനമുള്ള, മതപരമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളുകൾക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. കർണാടക സർക്കാരിന് വേണമെങ്കിൽ ഇപ്പോൾ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയമായി കൂടി അത്തരമൊരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ പല ദുരൂഹ കൊലപാതകങ്ങളുടെയും ചുരുളഴിയില്ലേ? തീർച്ചയായും അത്തരം നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ഇതിൽ രാഷ്ട്രീയമായി സ്വാധീനത്തിന് അപ്പുറം ഈ പണം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണവും ഭീഷണിയും ഇത്തരത്തിലുള്ള ഗുണ്ടായുസവും, അതാണ് ഇവിടെ ഏറ്റവും വലുതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാരായാലും അതുപോലെ തന്നെ ജനപ്രതിനിധികളായാലും അവരെ വിലക്കെടുക്കുക, അവർക്ക് പണം നൽകി സ്വാധീനിക്കുക, ഇതാണ് ഇവിടുത്തെ പ്രധാനമായുമുള്ള ഇവർ ചെയ്യുന്നത്. അതിനപ്പുറം
ഗുണ്ടാ പ്രവർത്തനം. ആദ്യം പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കും, പിന്നീട് വലിയ തോതിൽ ഗുണ്ടാ പ്രവർത്തനം അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാണ് ഈ സംഘം ഇപ്പോഴും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഡി ഗാങ് ഇപ്പോഴും ഇവിടെ ആക്റ്റീവ് ആണെന്നതിന് തെളിവാണ് നമ്മൾ നേരിട്ട് കണ്ട പല കാര്യങ്ങളും. അത് പല മേഖലകളിലുണ്ട്, പല വേഷത്തിലുണ്ട്, പല ആളുകളായി അവിടെ ഒക്കെ ഈ പരിസരത്തൊക്കെ നിരീക്ഷിക്കാനും ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഒക്കെ ആ സംഘം ഇപ്പോഴും ഉണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ നിൽക്കുന്ന ഒരു സംഘം ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് നേത്രാവതി പുഴയുടെ സമീപത്തുണ്ട്, ഈ ടൗണിലുണ്ട്, അമ്പല പരിസരത്തായി ഉണ്ട്. അത് നൂറുകണക്കിന് പേർ ഇപ്പോഴും ഇവരുടെ ആളുകളുണ്ട്. കാരണം ഇതിൽ കേസുകൾ പുറത്തു വരാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് കൃത്യമായ ഒരു അന്വേഷണം വന്നാൽ അതിൽ പലരും ഉന്നതരായവരുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പല ഗുണ്ടാ സംഘങ്ങളും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ അന്വേഷണം തടയുക, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ പോലീസ് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ വൈകാതെ തന്നെ ഇതിലൊരു കൃത്യമായ അന്വേഷണം, അതിൽ ഏറ്റവും നിർണായകമാകുക ഈ മുൻ ജീവനക്കാരൻ ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എത്ര തലയോട്ടികൾ അവിടെ ബാക്കിയുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചൊക്കെ ഉണ്ട്. അത്തരം തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ട നിരവധി മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മുൻ ജീവനക്കാരന്റെ മൊഴി. അതുകൊണ്ട് അത് എത്ര തലയോട്ടികൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്, അത് ഫോറൻസിക് പരിശോധനയിൽ എത്ര തെളിവുകൾ അതിൽ നിന്ന് ലഭിക്കും, അതാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. അത്തരം നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക. ഏതായാലും വൈകാതെ എന്തായാലും ഏത് കുറ്റകൃത്യവും ഒരുപാട് കാലം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ അത് പുറത്തു വരും എന്ന് എപ്പോഴും പറയാറുണ്ട്. സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ആ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നത് മുഴുവൻ ദുരൂഹതകളാണ്, നിഗൂഢതകളാണ്. അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം പതിറ്റാണ്ടുകളായി നേരിടുന്ന അവിടെ സ്ത്രീകൾ നേരിട്ടിട്ടുള്ള അനീതികൾ, ഓരോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ വായിക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി കാണാതായ സ്ത്രീകൾ, അവരെവിടെ പോയെന്നറിയില്ല. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നിൽക്കുന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായ അനന്യ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നീതി കിട്ടേണ്ടതുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും ആ കുടുംബം അറിയേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു തുടക്കം, ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. നേരിട്ട് ധർമ്മസ്ഥലയിൽ പോയി ഈ പല കുടുംബങ്ങളെയും കണ്ട് അവരോട് നേരിട്ട് അവരനുഭവിക്കുന്ന വേദന, അവർ നടത്തി വന്ന പോരാട്ടം, ഇതൊക്കെ നേരിട്ട് കണ്ടാണ് ഈ റിപ്പോർട്ടുകൾ ന്യൂസ് 18 തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്.